ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാക്കം തെയ്യത്തിൻ്റെ തോറ്റവുമായിട്ടാണ്. കുഞ്ഞിമംഗലം കടാങ്കോട്ട് നായർ തറവാട്ടിലെ ഉണ്ണിച്ചെറിയുടെ മകളാണ് കുഞ്ഞിമാക്കം. കോലത്തിരി രാജാവിൻ്റെ 12 പടയാളികളിൽ ആയ 12 സഹോദരങ്ങളുടെ ഏക പെങ്ങളായിട്ടാണ് മാക്കം എന്നാണ് ഈ തോറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തോറ്റം ആദ്യം കുറച്ച് കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ എടുത്തത് കുറച്ച് വൈകിയാണ്. എന്നാലും പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 12 ആങ്ങളമാരുടെ കണ്ണിലുണ്ണിയായിട്ട് അവൾ വളർന്നു. കല്യാണപ്രായമായി. കല്യാണത്തിന് ഒരു കുട്ടി നമ്പ്യാരെ കല്യാണം കഴിച്ചു കൊടുത്തു. അതിൽ ഇരട്ട മക്കളെ പ്രസവിച്ചു. ആ പ്രസവത്തിന് വരുന്നത് എല്ലാം ശരിക്ക് ആ തോറ്റത്തിലൂടെ ശരിക്ക് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ശരിക്കും ഒരു പ്രസവിക്കുന്ന സീനായിട്ട് വരുന്നതാണ്. 2 മക്കൾ ഇരട്ടക്കുട്ടികൾ, ഒരാണും ഒരു മോനും ഒരു മോളുമാണ്, ചാത്തുവും ചീരുവും. പിന്നെ അവരെ നോക്കുന്നതും അങ്ങനെയുള്ള എന്താ പറയുക, കണ്ടിരിക്കാൻ രസമുള്ളൊരു തോറ്റാണ്. ആരും തന്നെ ഈ മാക്കത്തിൻ്റെ തോറ്റെല്ലാം കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. ശരിക്കും കണ്ടിരിക്കാൻ നല്ലൊരു എന്താ പറയണ്ട ഒരു തേജസ് തന്നെയാണ് ഇത് കാണാൻ. പിന്നെ പ്രസവമെല്ലാം കഴിഞ്ഞ് പിന്നെ ഇപ്പം മരുമക്കത്തായ സമ്പ്രദായത്തിൽ വീട്ടിൽ തന്നെ പിന്നെ അവരെ മരുമക്കളെയും കൊണ്ട് മാക്കത്തിനെയും മക്കളെയും താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആങ്ങളമാർക്ക് അതിന് താല്പര്യം. അങ്ങനെ അവർ അങ്ങനെ നിൽക്കുമ്പോൾ പക്ഷേങ്കിൽ ഇങ്ങനെ നാത്തൂന്മാർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അവർ പിന്നെ പെങ്ങളും മക്കളും അവിടെ നിൽക്കുന്നത് നാത്തൂന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് ആങ്ങളമാരോടില്ലാതെ ഓരോ കഥകൾ, നുണക്കഥകൾ പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, നമ്മളെ ഇപ്പോഴത്തെ ഭാഷയിൽ കണ്ടുകൂടാണ്ടാക്കുവാന്ന് അറിയുന്നില്ല, അതുപോലെ ചെയ്യാൻ നോക്കുകയും. അപ്പോൾ പിന്നെ ഏത് തരത്തിൽ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് ആങ്ങളാർക്ക് പെങ്ങളോട് വെറുപ്പ് തോന്നുകയെന്ന് വെച്ചിട്ട് അവർ കളിക്കുന്നത്. അങ്ങനെയുള്ളതാണ് ഈ കഥയിലൂടെ. ഇപ്പോൾ ശരിക്ക് പിന്നെ എന്താ പറയണ്ടേ, ഒരു നമുക്കില്ലേ ഓരോന്ന് ആ തോറ്റം കേൾക്കുമ്പം തന്നെ മനസ്സിലാവും ഓരോരോ സംഭവങ്ങളും. അതെല്ലാം അതിൻ്റെ കേട്ടുകേൾവിയിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റോട്ട് പിന്നെ തോറ്റം തന്നെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ഇതിപ്പം പിന്നെ ലാസ്റ്റ് എന്താ പറയണ്ടേ, പ്രസവേദന വന്നിട്ട് ആ സമയമെല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ. അങ്ങനെ പിന്നെ അവർ ശരിക്കൊരു ചതിയിൽ മാക്കത്തിനെ വീഴ്ത്തുന്നുണ്ട് ഈ നാത്തൂന്മാർ. അതാണ് ഈ കഥ. പിന്നെ ആ ചതിയിൽ വീഴ്ത്തുന്ന ഒരു കഥയുണ്ട്. ഞങ്ങളമാർ പിന്നെ പടക്ക് പോയ സമയത്ത് ശരിക്ക് ചതിക്കുകയാണ് ചെയ്തിന് മാക്കത്തിനെ. ചതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലേക്ക് എണ്ണയും കൊണ്ട് വരുന്ന ഒരു വാണിയനെയും പിന്നെ മാക്കത്തെയും ചേർത്ത് അസഭ്യം പറയുന്നത്. ഈ വരുന്നതാണ് മക്കൾ വന്ന് ശരിക്ക് പ്രസവത്തിൻ്റെ ആ ഒരു സീന് തന്നെയാണ്. മൊത്തം ഒളിച്ച് പിന്നെ എന്താ പറയണ്ടേ, മൊത്തം പൊത്തി അതിൻ്റെ ഉള്ളിൽ പ്രസവത്തിന് ഒരു പിന്നെ പ്രസവിച്ച് അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് വരുന്നൊരു സമയം. അന്നേരം ഈ സമയത്ത് എല്ലാവരും മൊത്തത്തിലൊരു മൗനമായിരുന്നു. ഒന്നും ഒരാളനക്കം ഇല്ലാതെ കുറച്ച് പിന്നെ എന്താ പറയണ്ടേ, എല്ലാം കഴിഞ്ഞ് അവരൊരു എന്താ പറയണ്ടേ, ഒരു പ്രസവത്തിൻ്റെതായ ആ ഒരു സമയം തന്നെ ഇതിൽ പറയുന്നുണ്ട്. എപ്പോഴും വീട്ടിൽ എണ്ണയും കൊണ്ട് വരുമ്പം ആരെങ്കിലും പുറത്തുനിന്ന് എണ്ണ വാങ്ങി അകത്ത് വെക്കലാണ് പതിവ്. അപ്പോൾ മക്കളും പിന്നെ പ്രസവത്തിന് ശേഷമുള്ള മക്കൾ. അപ്പോൾ അന്നത്തെ ദിവസം നാത്തൂന്മാരെല്ലാം ഒളിച്ചു നിന്നിട്ട് തിരണ്ടിരിക്കലായിരുന്നു. മാക്കം ശരിക്ക് പിന്നെ എന്താ പറയണ്ടേ, മാറി നിൽക്കുന്ന സമയത്ത് മാക്ക എണ്ണ അവിടെ വെച്ചോളാൻ പറഞ്ഞിട്ട് അകത്ത് വെച്ചിട്ട് പിന്നെ വാണിയം പോകുന്ന ആ സമയത്ത് ഇല്ലാ കഥകൾ പറഞ്ഞ് അപവാദം പറഞ്ഞിട്ടാണ് മാക്കത്തിനെയും പിന്നെ ആങ്ങളമാരെയും തമ്മിൽ തെറ്റിച്ചത് എന്നാണ് ഈ കഥ. ശരിക്ക് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാം അണിയറയിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതാ മാക്കവും മക്കളും. പിന്നെ ലാസ്റ്റ് ഞാൻ ഇവരെ ഒരു തോറ്റം തന്നെ എടുത്തിട്ടിട്ടുണ്ട്. ഇതെല്ലാവരും കേൾക്കുക. പിന്നെ അടുത്തെല്ലാം തെയ്യം പറ്റുന്നവരാണെങ്കിൽ ഈ മാക്കത്തിൻ്റെ കാണാനൊന്ന് പോവുക. പിന്നെ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കേട്ടു പോകുക.
ഒരു ഉമ്മ കൊടുക്കുന്നതിനെ കണ്ട. ഇപ്പൊ അവര് റെഡി ഉണ്ടാവും. അടി എടുത്തിട്ടില്ല. നടപ്പുലയാണ് കുഞ്ഞിമാക്കത്തിലോ മാക്കാമമ്മേ എന്ന് വിളിച്ച നേരം ായിരുന്ന് നടുപ്പുലയാണ് വാണിയേരമ്മ നിങ്ങളുടെ പൊന്മാക്കള് എവിടെ പോയി പറമ്പൂക്കരക്ക് പോയിക്കൊള്ളട്ടോ അന്തിരീപം വെപ്പനെണ്ണ തീർന്നീനമ്മ ഞാനൊന്ന് പറയാമല്ലേ എത്തിപ്പീടിച്ച് പടിഞ്ഞാറ്റോയമ്മ എണ്ണയും വെച്ച് മട്ടല് റച്ച പോലെ വടക്ക് വാനം ഒളിച്ചിരുന്നോ നാത്തൂമാര് കിഴക്ക് വന്നു അവര് ഇതെന്തോര് അതിശയമാണപ്പ കാണുന്നതോ വാണിയനമ്മനല്ലേ പടിഞ്ഞാറ്റകത്ത് കിഴിഞ്ഞ് പായുന്നു മക്കാമല്ലേ അടുക്കള ഭാഗത്തേക്ക് തുള്ളി പായുന്നു മകത്തിന്റെ ഉടുകൂട അഴിഞ്ഞു കാണുന്നു മകത്തിന്റെ തലമുടിയല്ലേ അഴിഞ്ഞു കാണുന്നു വാണിയനം മേന ഓരാഞ്ഞിട്ടോ കുഞ്ഞിമാക്കേ മുക്കങ്കൂറ്റിയിലെ കുട്ടി നമ്പറ ചരിവോരാഞ്ഞോ പറമ്പുകാര വാണിയേരം മല പിടിച്ചത് നീ എന്താ
തമ്പുരാട്ടിയാണ് അമ്മായിമാര് എന്ത് മറ്റോരമ്മേ സങ്കടം കൊണ്ട് മക്കളോടും പറഞ്ഞതുമില്ല ചൂടുണ്ടാ എന്നാ കുറച്ച് കുടിച്ചോ. ഇനി ഇത്രയേ ഉള്ളൂ. ബായ്.